നവരാത്രിയുടെ 4th ഡേ ഡിനോട്ട് ചെയ്യുന്നത് കൂഷ്മാണ്ഡ ദേവിനെയാണ്. അതായത് പണ്ട് മാലി ആൻഡ് സുമാലി എന്ന് പറയുന്ന 2 അസുരന്മാരുണ്ടായിരുന്നു. ശിവജീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ തപസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ തപസ്സിന്റെ ശക്തി കൊണ്ട് അവരുടെ ബോഡി ഭയങ്കര ഗ്ലോ ചെയ്യാൻ തുടങ്ങി. ഈ ഗ്ലോ കണ്ടിട്ട് സൂര്യദേവന് ക്യൂരിയോസിറ്റി വന്നു. ശരിക്കും സൂര്യദേവന്റെ സ്ഥാനത്ത് നിന്ന് മാറാൻ പാടില്ല എന്നാ. അതൊന്നും നോക്കാതെ ഭൂമിയിൽ വന്നിട്ട് ഇതാരാ നോക്കാൻ വേണ്ടി ശ്രമിച്ചു. സൂര്യന്റെ ചൂട് കൊണ്ട് മാലിയും സുമാലിയും ഭസ്മമായി മാറി. ഇതറിഞ്ഞ ശിവജി എന്ത് ചെയ്തു? തൃശൂലം എറിഞ്ഞ് സൂര്യദേവനെ കൊന്നു. സൂര്യദേവൻ മരിച്ചതിനോട് എന്തായി? ഫുൾ യൂണിവേഴ്സ് ഡാർക്ക്നെസ്സിലേക്ക് പോയി. അങ്ങനെ പല ഡിസ്ട്രക്ഷൻസും സംഭവിച്ചു. ഇതറിഞ്ഞ ഋഷി കശ്യപ്, അതായത് സൂര്യദേവന്റെ അച്ഛൻ, ശിവനെ ശപിച്ചു. അതായത് നീ നിന്റെ മകനെയും കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. തെറ്റ് മനസ്സിലാക്കിയ ശിവജി പാർവതിമാന്റെ അടുത്ത് ഹെൽപ്പിന്റെ അടുത്ത് പോയി. പാർവതിമാന്റെ ശക്തി കൊണ്ട് ചൂടും ലൈറ്റും ഉണ്ടാക്കുന്ന ഒരു റൗണ്ട് ഗോൾ ഉണ്ടാക്കിയിട്ട് യൂണിവേഴ്സിൽ വെച്ചു. പറയുന്നത് ഇപ്പോൾ ഉള്ള സൂര്യൻ പാർവതിമാന്റെ ശക്തിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ സൂര്യദേവന്റെ ഡെഡ് ബോഡിയും എടുത്ത് ഋഷി കശ്യപ്പും വൈഫായിട്ടുള്ള അദിതിയും പാർവതിമാന്റെ അടുത്ത് പോയി. പാർവതിമ 2 കുഞ്ഞി പോട്ട് അവരെ മുന്നിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു പോട്ടിൽ നിങ്ങൾ 2 നിങ്ങളുടെ ബ്ലഡ് നിറയ്ക്കണം. അങ്ങനെ ഋഷി കശ്യപ്പും അദിതിയും അവരവരുടെ ബ്ലഡ് ഒരു പോട്ടിൽ മൊത്തമായി നിറച്ചു. അപ്പം മെറ്റേ പോട്ടിൽ ഓട്ടോമാറ്റിക്കലി അമൃത് വന്നു. ആ അമൃത് സൂര്യദേവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഒഴിച്ചു കൊടുത്തപ്പാട് സൂര്യദേവൻ ജീവൻ ലൈവ് ആയി. അപ്പം ആ ഒരു ലൈവായ സന്തോഷത്തിൽ ഋഷി കശ്യപ് പാർവതിമാക്ക് ഒരു ബ്ലെസ്സിങ് കൊടുത്തു. അതായത് അതായത് യൂണിവേഴ്സിൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ദൈവമായിട്ടുള്ള ഒരു കുട്ടി ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ മാലി സുമാലിന്റെ പേരൻസ് എന്താ പറയുക, സുകേഷ് എന്നാണ് തോന്നുന്ന പേര്, ഐ എം നോട്ട് ഷുവർ. സുകേഷ് ആൻഡ് ദേവാദിത്യ പോയി പാർവതിമാന്റെ അടുത്ത് പോയി ഈ സുമാലിന്റെ എന്താ പറയുക ആഷ് എടുത്തിട്ട്. അപ്പം എന്താ പറയുക, പാർവതിമ എന്ത് ചെയ്തു? ദേവാദിത്യന്റെ വോമ്പിൽ, അതായത് ഗർഭപാത്രത്തിൽ ഒരു കുട്ടി, അതായത് ഒരു കുട്ടീന്റെ എഗ് എന്താ പറയാ അനുഗ്രഹിച്ചു. ആ കുട്ടി പിന്നെ ഡെമോണിക്കായി ജനിച്ചു എന്നുള്ളത് വേറെ കഥയാണ്. അപ്പം ഇത്രയും നല്ല പ്രവർത്തികൾ ചെയ്ത ദേവിയാണ് കൂഷ്മാണ്ഡ ദേവി. പറയുന്നത് ക എന്ന് ലിറ്റിൽ, ഊഷ്മ ഹീറ്റ്, അണ്ട എഗ്. അങ്ങനെയാണ് കൂഷ്മാണ്ഡ ദേവിന്റെ സ്റ്റോറി.